നിങ്ങൾ പറയുന്ന നിർവചനം മനുഷ്യരുടെ കഴിവിൽപ്പെടാത്ത പുസ്തകം വായിക്കുന്നത് നിങ്ങളുടെ KNM പ്രസിദ്ധീകരിക്കുന്ന സ്വഭാവ പാഠങ്ങൾ 3ാം ക്ലാസ്സിലേക്ക് എന്ന പുസ്തകത്തിലെ 17ാമത്തെ പാഠം പ്രാർത്ഥന 46ാമത്തെ പേജ്. മനുഷ്യരുടെ കഴിവിൽപ്പെടാത്ത കാര്യങ്ങൾ സഫലീകരിച്ചു തരാനായി മറ്റൊരു ശക്തിയോട് വിനയത്തോടും അതീവ താഴ്മയോടും കൂടി ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന ദുആ എന്ന് പറയുന്നത്. ഇനി 4ാമത്തും വായിക്കാം, ഒക്കെ വായിക്കാം, നമുക്കൊന്നൊരു പേടിയില്ല. കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇനിയും ആവശ്യപ്പെട്ടാൽ ഇനിയും വായിക്കും, അതിലൊരു പ്രശ്നമൊന്നുമില്ല. അപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം എന്തായി? മനുഷ്യരുടെ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്നാണല്ലോ മുജാഹിദുകൾ പഠിപ്പിച്ച നിർവചനം. അത് തെറ്റാണ് എന്നാണ് ഞങ്ങൾക്ക് തെളിയിക്കേണ്ടത്. അതിനുവേണ്ടി നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുന്നു. അതെന്താണ് ചോദ്യം? നന്നായി ശ്രദ്ധിച്ചോളൂ, ഞങ്ങൾ കേട്ടിട്ടില്ല എന്നൊന്നും പറയണ്ട. ഈ നിർവചനം നിങ്ങൾ പഠിപ്പിച്ചത് കൊണ്ടാണ് അങ്ങനെ ചോദിക്കേണ്ടി വന്നത്. ഒരു സത്യവിശ്വാസി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസി അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് റസൂലുള്ളാഹി ഉത്തരം ചെയ്യും എന്ന വിശ്വാസത്തോടെ ചോദിക്കുന്നത് ശിർക്കാണോ ശിർക്കല്ലേ? അതാണ് ചോദ്യം. ചോദ്യം വളരെ കൃത്യമാണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ആണോ അല്ലേ എന്നതാണ് ചോദ്യം. ബാക്കി ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന്, ബാക്കിയൊക്കെ നമുക്ക് പറയാം. ഒന്ന് വന്നാൽ തന്നെ നിങ്ങളെ നിർവചനം പൊളിയോലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് ഉത്തരം ചെയ്യും എന്ന വിശ്വാസത്തോടെ റസൂലുള്ളാഹിനെ വിളിച്ചാൽ അത് ശിർക്കാണോ അല്ലേ? അതേപോലെ തന്റെ പ്രശ്നം പരിഹരിക്കുവാൻ അല്ലാഹുവിന്റെ റസൂലിന് കഴിയും എന്ന് വിചാരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ചോദിച്ചാൽ എന്ന ചോദ്യം തെറ്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ ചോദിക്കില്ല. ഒരാൾ ചോദിക്കാം, അങ്ങനെ ചോദിക്കുന്നയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിച്ചുകൊണ്ട് ചോദിക്കില്ല. കാരണം അവനറിയാം താൻ ചോദിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണ്. താൻ ചോദിക്കുന്ന ഈ ചോദ്യം മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ചര്യയ്ക്ക് എതിരാണ് എന്നറിയാവുന്നത് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കുന്ന ഒരാൾ ചോദിക്കില്ല. ശരി, നിങ്ങളുടെ മറുപടി വളരെ കൃത്യമാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ മുപ്പര ഖബറിന്റെ അരികിലേക്ക് വന്നിട്ടുണ്ട്, അത് മതി നിങ്ങളെ നിർവചനം പൊളിയാൻ. ഓരോന്നോരോന്ന് പറഞ്ഞുതരാ, അത് നിങ്ങൾ സമ്മതിക്ക്. എന്നിട്ട് രണ്ടാമത് ഞങ്ങൾ പറഞ്ഞു തരും. എല്ലാ സ്ഥലത്തൊന്നും പറ്റുകയില്ലേ, നമുക്ക് ചർച്ച ചെയ്യാം. ഖബറിന്റെ അരികിൽ തന്നെ ചോദിക്കാമെന്ന് വന്നാൽ നിങ്ങളുടെ തൗഹീദ് പൊളിഞ്ഞല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം അങ്ങനെ വിളിക്കുകയില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ശരി, അപ്പോഴാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം. ഉത്തരം ഓഡിയൻസ് വളരെ കൃത്യമായി മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്ത്, ഖബറിന്റെ സമീപത്ത് വന്ന് ഞാൻ വിളിച്ച വിളി നബി തങ്ങൾ ഉത്തരം ചെയ്യുമെന്ന വിശ്വാസത്തോടെ വിളിച്ചാൽ അത് ശിർക്കാണ് എന്നാണല്ലോ പറഞ്ഞത്. എന്നാൽ കേട്ടോളൂ, ലോകത്ത് ശിർക്കും തൗഹീദും ഏതാണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ വന്ന ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ നേതാവിനേക്കാൾ തൗഹീദ് തിരിഞ്ഞവരുണ്ടാവുകയില്ലല്ലോ. അതാ പറയുന്നു, കേട്ടോളൂ ഹദീസ്. ലഇൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു. സയ്യിദുനാ റസൂലുള്ളാഹി എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. റസൂലുള്ളാഹി ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളാണോ? നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഇപ്പൊ അത് ശിർക്കാണല്ലോ. ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളാണോ? നിങ്ങളുടെ ആ മരക്കോട്ടകളൊന്നും നടക്കുകയില്ല. ഹദീസ് എവിടെയാണുള്ളത്? ഒന്ന് പറഞ്ഞു തരാം. താരീഖു ദിമശ്ക്, ഇബ്നു അസാക്കിറിന്റെ താരീഖു ദിമശ്കിന്റെ 3ാം വാള്യത്തിന്റെ താരീഖു ദിമശ്ക് ഇബ്നു അസാക്കിർ 47ാം വാള്യത്തിന്റെ 493ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും
അത് ശിർക്കാണെങ്കിൽ ആ കിതാബിൽ അത് ഉദ്ധരിക്കുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു, ലഇൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലൗജീബന്നഹു, എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. താരീഖ് ഇബ്നു അസാക്കിറിന്റെ ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ ചോദ്യം, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്കിന്റെ പ്രചാരകനാണോ? ശിർക്കാണ് നിങ്ങൾ പറഞ്ഞല്ലോ. എന്നാൽ എന്റെ അടുത്ത ചോദ്യം, ശിർക്കിന്റെ പ്രചാരകനാണോ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി? ആ ഹദീസ് നിങ്ങൾ പഠിക്കണം, എല്ലാ മുജാഹിദും പഠിക്കണം. ഓരോ സംവാദത്തിൽ ഞങ്ങൾ ഓരോന്ന് പഠിപ്പിക്കും. ഏതായാലും തെളിവ് പറഞ്ഞല്ലോ. പക്ഷെ പറഞ്ഞ തെളിവ് എന്തിനാ പറയേണ്ടത് എന്ന് മുസ്ലിയാരോട് മറന്നുപോയി. എന്തിനാ തെളിവ് പറയേണ്ടത്? മുജാഹിദികൾ പറഞ്ഞ നിർവചനം തെറ്റാണ് എന്നതിനല്ലേ? അതിനാദ്യം തെളിയിക്കേണ്ടത് ഇതിൽ ഇസ്തിഗാസ പ്രാർത്ഥനയുണ്ട് എന്നാണ്. അതാരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ഇബ്നു അസാക്കിർ തന്റെ താരീഖിൽ ലൈൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലൗജീബന്നഹു എന്ന് പറഞ്ഞ വാക്യം, ഹദീസ് എന്ന പദം ഞാൻ അതിന് പ്രയോഗിക്കുന്നില്ല. ഈ വാക്യം പറഞ്ഞുകൊണ്ട് ഇത് മരണപ്പെട്ടു പോയ നബി, വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ നടത്താനുള്ള തെളിവാണെന്ന് ആര് പറഞ്ഞു എന്ന് പറയേണ്ടതല്ലേ? അങ്ങനെ ഒരു വാക്യം എവിടെയെങ്കിലും കാണുമ്പോഴേക്ക് അത് പ്രമാണമാണ് എന്ന് വിചാരിച്ചതാണ് ധാരണക്കുറവ്. ഞാൻ വളരെ വിനയത്തോടെ പറയട്ടെ, നമ്മുടെ വ്യവസ്ഥ ഒന്ന് വായിക്കണം. സ്വഹീഹായ ഹദീസ് എന്നാണ്. എവിടെയെങ്കിലുമുള്ള വാക്യം ഉദ്ധരിക്കലല്ല, സ്വഹീഹായ ഹദീസാണ്. ആ ഹദീസ് ഉദ്ധരിക്കുന്നുവെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു, അതിലുള്ള സനദുകൾ വായിച്ച് ഓരോരുത്തരും സ്വീകാര്യരാണെന്ന് തെളിയിക്കണം. രണ്ടാമതായി, ഒന്നാമത് തെളിയിക്കേണ്ടതോ ഇത് ഇസ്തിഗാസക്ക് തെളിവാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് തെളിയിക്കണം. അത് രണ്ടും തെളിയിക്കാത്തത് കൊണ്ട് തന്നെ ഇത് ഈ വാദത്തിന് തെളിവല്ല. അതുകൊണ്ട് തന്നെ ചോദ്യത്തിന് മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളല്ല. അതിന് ഈ ഹദീസ്, നിങ്ങൾ പറഞ്ഞ ഈ വാക്യത്തിന് ന്യൂനതകളുണ്ട്. ഹദീസ് വിധാനശാസ്ത്രപ്രകാരം 2 ന്യൂനതകൾ എടുത്തു പറയാൻ കഴിയുന്നത് തന്നെയുണ്ട്. വേറെയും നമുക്ക് വിശദീകരിക്കാം. ഹിമാലയൻ നുണയാണ് മൗലവി പൊട്ടിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ നുണ അതിവിടെ തെളിയിച്ചിട്ടാണ് ബാക്കി കാര്യം. നിങ്ങളെ കഴുത്തിൽ കൊടുക്കാൻ തന്നെയാണ് ഞാനത് വായിച്ചത്. 2 ന്യൂനതകൾ ഹദീസിനുണ്ടല്ലേ? ആൺകുട്ടികളുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? ആ ഹദീസിനൊരു ന്യൂനത തെളിയിക്കാൻ, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആരാണ് നിങ്ങൾക്കത് ന്യൂനതയുണ്ട് ഇത് പഠിപ്പിച്ചതെന്ന് തെളിയിക്ക്. എന്റെ 3ാമത്തെ ചോദ്യം അതാണ്. ഈ ഹദീസിൽ 2 ന്യൂനതകളുണ്ടെന്ന് ഹനീഫ മൗലവി, എന്താണ് ഈ ഹദീസിന്റെ ന്യൂനത? താരീഖ് ഇബ്നു അസാക്കിർ അവിടുത്തെ കിതാബിൽ ഉദ്ധരിച്ച ഈ ഹദീസിന്റെ 2 ന്യൂനതകൾ ഏതൊക്കെയാണ്? നിങ്ങൾ കൃത്യമായി പറയണം. ഞങ്ങൾ അതിന് തന്നെയാണ് അത് ഉദ്ധരിച്ചത്. കറക്റ്റ് ആയിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയോ നിങ്ങൾക്ക്? ഇവർക്ക് ഇങ്ങനൊരു പണിയുണ്ട്. അതായത് ഇവർക്ക് പറ്റാത്ത ഹദീസാണെങ്കിൽ ദഈഫാന്ന് പറയും. എല്ലാവർക്കും അറിയാലോ. സാധാരണക്കാരനായ മുജാഹിദ് പോലും പഠിച്ചു വെച്ചൊരു കാര്യമാണ്. ഒരു കാര്യം അവർക്ക് അനുയോജ്യമാണെന്ന് കണ്ടാൽ അത് സ്വഹീഹാണ്, അനുയോജ്യമല്ലെന്ന് കണ്ടാൽ അത് മാറൂലയാണ്, ന്യൂനതകളുണ്ട്, ദഈഫാണ്. അതങ്ങനെയാണല്ലോ ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ദഈഫാക്കിയത് ചില കൂട്ടർ. ഞാനിപ്പോ അത് പറയുന്നില്ല, ഇരിക്കട്ടെ. ഇവിടെ ഹനീഫ മൗലവിയോട് എന്റെ അടുത്ത ചോദ്യം, ഈ ഹദീസിൽ 2 ന്യൂനതകൾ ഉണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങളെ കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ടെങ്കിൽ സൂചിപ്പിക്കട്ടെ ന്യൂനത. നിങ്ങൾ വിചാരിച്ച് താരീഖ് ഇബ്നു അസാക്കിർ വായിച്ചപ്പോ അത് ഒരു ചരിത്ര കിതാബിലെ ഹദീസാണെന്ന് മനസ്സിലാക്കി പോയല്ലേ? നിങ്ങളെ കുടുക്കാലാണത് വായിച്ചത് എന്ന് മനസ്സിലാക്കണോ? ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഞങ്ങളത് വരിക്ക് വായിച്ചു തരും, സനദും വായിക്കും, സ്വഹീഹാണെന്ന് പറഞ്ഞതും വായിക്കും. നിങ്ങളെ കുടുക്കാൻ തന്നെയാണ് അങ്ങനെ ചോദിച്ചത്. 2 ന്യൂനതകളുണ്ട്. ഈ സദസ്സ് അതിന് സാക്ഷിയാണ്. 2 ന്യൂനതകളുണ്ടല്ലേ? തെളിയിക്കുക. 3ാമത്തെ ചോദ്യം അതാണ്.